നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഈ മഴ വരുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഏതായാലും കാത്തിരുന്ന കാലവർഷം പടിവാതിക്കലെത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് കാലവർഷം നാളെ ഉറപ്പായും എത്തുമെന്നാണ് മുന്നറിയിപ്പ് വരുന്നത്. മഴ വരട്ടെ, പെയ്യട്ടെ. ഏതായാലും ഒരു പെരുമഴ പോലെ ഒട്ടേറെ വിഷയങ്ങളുള്ള ഒരു ദിവസമാണ് ഇന്നും. CBSE പുനർമൂല്യനിർണ്ണയ വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. കൂടാതെ നിയമസഭയുണ്ട്. കർണാടകയിൽ DK എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്നുണ്ട്. അങ്ങനെ വാർത്താ സമ്പന്നമായ ഒരു ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. CBSE പരീക്ഷാ വീഴ്ചയിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷം. ഉദ്യോഗസ്ഥരെ നീക്കിയത് സത്യം മൂടിവെക്കാനെന്ന് രാഹുൽ ഗാന്ധി. പുതിയ ചെയർമാനും സെക്രട്ടറിയും ഇന്ന് സ്ഥാനമേൽക്കും. സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്തും. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും നിയമസഭയിൽ തുടരും. പൊതുവിഷയം ചർച്ചയാക്കാൻ പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കം LDFൽ രൂക്ഷം. CPM CPI നേതൃത്വങ്ങൾ ഇന്ന് ചർച്ച നടത്തും. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ ഇരു പാർട്ടികളും. കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മലയാളികളായ KJ ജോർജ്, UT ഖാദർ എന്നിവരും മന്ത്രിസഭയിൽ. ചടങ്ങിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ ബംഗളൂരുവിൽ. ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി തൃശൂരിൽ അയ്യന്തോൾ ബ്രഹ്മസ്ഥാനത്ത് എത്തിയ അമ്മയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം ഇന്നും നാളെയും. മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ. ബ്ലൂ ഇക്കോണമിയുടെ ഭാഗമായുള്ള പ്രതിസന്ധി മറികടക്കാൻ സംവിധാനം വേണം. ട്രോളിംഗ് നിരോധന സമയക്രമം പരിഷ്കരിക്കണമെന്നും വരൾച്ച പാക്കേജുകൾ പ്രഖ്യാപിക്കണമെന്നും ആവശ്യം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് വിശദമായി. CBSEയിൽ പുതിയ ചെയർമാനും സെക്രട്ടറിയും ഇന്ന് ചുമതലയേൽക്കാൻ പോവുകയാണ്. പരീക്ഷാ വിവാദങ്ങളെ തുടർന്ന് നിലവിലെ ചെയർമാൻ രാഹുൽ സിംഗ്, സെക്രട്ടറി ഹിമാൻഷു ഗുപ്ത എന്നിവരെ മാറ്റിയിരുന്നു. അതേസമയം വീഴ്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഈ CBSE 12ാം ക്ലാസ് പരീക്ഷ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ നമുക്കറിയാം. പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുന്നു, കൂട്ട നടപടിയെടുക്കുന്നു കേന്ദ്ര സർക്കാർ. ഈ ചെയർമാൻ രാഹുൽ സിംഗും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയൊക്കെ സ്ഥലം മാറ്റുന്നു. അങ്ങനെ പ്രശ്നം പരിഹരിച്ചുകൊണ്ടുവരികയാണ്. പിന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്താണ്? CBSEയിൽ +2 പരീക്ഷാ നടത്തിപ്പും ഒപ്പം പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് വന്ന വീഴ്ചകളിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കടുത്ത നടപടി സ്വീകരിച്ചത്. അതിൽ നിലവിലുണ്ടായിരുന്ന ചെയർമാൻ രാഹുൽ സിംഗ്, സെക്രട്ടറി ഹിമാൻഷു എന്നിവരെ മാറ്റിയിരുന്നു. പകരം മണിക്കൂറുകൾക്കുള്ളിലാണ് പുതിയ നിയമനം കേന്ദ്ര സർക്കാർ നടത്തുകയും CBSEയുടെ പുതിയ ചെയർമാനായി LP സീതാറാമും സെക്രട്ടറിയായി വരുൺ ഭരദ്വാജിനെയും നിയമിച്ചത്. അവർ രണ്ടുപേരും, അതായത് പുതിയ ചെയർമാനും പുതിയ സെക്രട്ടറിയും ഇന്ന് ചുമതലയേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഉന്നതതല യോഗം ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ കടുത്ത നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും വീഴ്ചകളും ഒപ്പം സാങ്കേതിക തകരാറും അതിവേഗത്തിൽ പരിഹരിക്കാനും നിർദ്ദേശിച്ചിരുന്നത്. അതിന്റെ ഭാഗമായുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പക്ഷേ വലിയ വീഴ്ചകൾ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് CBSEക്കുള്ളിൽ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വിദ്യാർത്ഥികളെ വലച്ചുകൊണ്ട് വെബ്സൈറ്റിൽ വന്ന തകരാറുകളും ഉത്തരക്കടലാസിന്റെ പകർപ്പ് ലഭിക്കുന്നതിലുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും വലിയ രീതിയിലുള്ള നടപടി തുടർന്നും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നിലവിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചെയർമാനും സെക്രട്ടറിക്കുമെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ, വീഴ്ച വരുത്തിയ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. ആ സമയത്താണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ട് മുഖം രക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും വീഴ്ചകളുടെയും പരീക്ഷയുടെയും
മൂല്യനിർണ്ണയത്തിലും വന്ന വീഴ്ചകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം മുൻപോട്ട് വെക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീഴ്ചകളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും മന്ത്രി ഏറ്റെടുക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുൻപോട്ട് വെക്കുന്നത്. അതേസമയം CBSEയിൽ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ശനിയാഴ്ച വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. നിലവിൽ വെബ്സൈറ്റിൽ യാതൊരു തരത്തിലുമുള്ള തകരാറുമില്ല എന്നാണ് CBSE വ്യക്തമാക്കുന്നത്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഡൽഹിയിൽ നിന്ന്. CBSEയിൽ പുതിയ ചെയർമാനും സെക്രട്ടറിയും ഇന്ന് ചുമതലയേൽക്കാൻ പോവുകയാണ്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ആരോഗ്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിലെ വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. അതേസമയം നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കം CPM-ലും CPI-യിലും രൂക്ഷമാവുകയാണ്. ഇരു പാർട്ടികളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അൻഫിഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിഡ്, നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച അതുതന്നെയല്ലേ ഇന്നത്തെ പ്രധാന അജണ്ട സഭയിൽ? തീർച്ചയായും മായ, ഇന്ന് നിയമസഭ നന്ദിപ്രമേയത്തിന് രണ്ടാം ദിനമാണ്. 3 ദിവസം നന്ദിപ്രമേയത്തിന്മേലുള്ള ചർച്ചയുണ്ടാകും. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച 3 ദിവസം ഉണ്ടാകുന്നു. രണ്ടാം ദിനമാണ്. ഇന്നലെയും ഉണ്ടായതാണ്. ഇന്ന് അടിയന്തര പ്രമേയ, അതായത് ചോദ്യോത്തരവേള ഇന്ന് ഉണ്ടാകുന്നില്ല. ഇന്നലെയും ചോദ്യോത്തരവേള ഉണ്ടായില്ല. ഇന്നും ചോദ്യോത്തരവേള തുടക്കുമ്പോൾ 9 മണിക്ക് തന്നെ ശ്രദ്ധ ക്ഷണിക്കലിലേക്കാണ് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. ശ്രദ്ധ ക്ഷണിക്കൽ നടക്കുന്നു 1 മണിക്കൂർ, 9 മണി 10 മണി വരെ. അതിനുശേഷം 10 മണിക്ക് ശൂന്യവേളയാണ്. ശൂന്യവേളയിൽ അടിയന്തര പ്രമേയം റൂൾ 50 അനുവദിക്കാം. അതിനുശേഷം ഈ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച, ഈ രീതിയിലാണ് ഇപ്പോൾ നിയമസഭയിൽ ഇന്നത്തെ നടപടിക്രമങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം ശ്രദ്ധ ക്ഷണിക്കലിൽ തന്നെ ഈ നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതായത് നീറ്റ് ചോദ്യപേപ്പർ ക്രമക്കേടുമായി നീറ്റിന്റെ വിഷയവും ഒപ്പം തന്നെ CBSEയിലെ ഉത്തര മൂല്യനിർണ്ണയം ഒക്കെ ഉൾപ്പെടുത്തിയുള്ള വിഷയങ്ങളൊക്കെ തന്നെയും ഇന്ന് ശ്രദ്ധ ക്ഷണിക്കലായി കൊണ്ടുവരുന്നു പ്രതിപക്ഷം. അതോടൊപ്പം തന്നെയും ഇന്ന് റൂൾ 50, അതായത് അടിയന്തര പ്രമേയമായ വിഷയം ഏത് വിഷയമാണ് എന്ന് ഇതുവരെ തന്നെയും വന്നിട്ടില്ല. അടിയന്തര പ്രമേയം ഏത് വിഷയമാണ് എന്നുള്ളത്. അതേസമയം അടിയന്തര പ്രമേയം റൂൾ 50 ഇന്ന് അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പല പൊതുവിഷയങ്ങൾ തന്നെ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഇന്ന് കൊണ്ടുവരും. അതിൽ തന്നെ ആരോഗ്യമേഖല, പൊതുവിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. KSRTC ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ ഇന്ന് അടിയന്തര പ്രമേയമായി റൂൾ 50 കൊണ്ടുവരാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം തന്നെയും നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും വിലക്കയറ്റമായിരുന്നു ചർച്ച ചെയ്തത്. വിലക്കയറ്റത്തിൽ ചർച്ച ചെയ്തപ്പോൾ പ്രതിപക്ഷം എടുത്ത നിലപാട് എന്ന് പറയുന്നത് VD സതീശൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം സഭയിൽ കൈക്കൊണ്ട, അല്ലെങ്കിൽ അദ്ദേഹം പൊതുമധ്യയിൽ കൈക്കൊണ്ട നിലപാടുകൾ ഇന്നിപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഭരണത്തിൽ വരുമ്പോൾ ആ നിലപാടിൽ നിന്നൊക്കെ തന്നെ വ്യതിചലിക്കുന്നു എന്നൊരു വിഷയമാണ് ഉയർത്തിക്കാട്ടാനാണ് പ്രതിപക്ഷം പൊതുവെ ശ്രമിക്കുന്നത്. അതായത് വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ നേതാവിനെ ഒപ്പം തന്നെ UDF സർക്കാരിനെയും അങ്ങനെ ടാർഗറ്റ് ചെയ്യാനാണ് പ്രതിപക്ഷം തീരുമാനിക്കുന്നത്. അത് തന്നെ സഭയിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ വിലക്കയറ്റ സമയത്തും ഒക്കെ തന്നെയും പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് VD സതീശൻ പറഞ്ഞ വാക്കുകളല്ല ഇപ്പോൾ പാലിക്കാൻ പറ്റുന്നില്ല. പ്രതിപക്ഷത്തിന് അധികാരം കിട്ടിയപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതേ സമീപനം തന്നെയായിരിക്കും ഇന്നുള്ള വിഷയത്തിലുണ്ടാവുക. ഇന്ന് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഉണ്ടാവുകയല്ല. മുഖ്യമന്ത്രി ഇന്ന് DK ശിവകുമാർ കർണാടകയിൽ ആ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി VD സതീശൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇന്ന് നിയമസഭാ സമ്മേളനം. പക്ഷേ മുഖ്യമന്ത്രിയുടെ അഭാവത്തിലാണെങ്കിൽ പോലും മറ്റ് സഭാ നടപടിക്രമങ്ങളും അതോടൊപ്പം തന്നെ സഭയിൽ വാക്പോരും പരസ്പരമുള്ള രൂക്ഷ വാദപ്രതിവാദങ്ങളും ഒക്കെ തന്നെ അതേ രീതിയിൽ തന്നെ തുടരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊന്ന് എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ നിലയിൽ BJP അംഗങ്ങളുടെ സാന്നിധ്യമാണ്. കഴിഞ്ഞ ദിവസം BJPയിലെ 3 അംഗങ്ങളും വലിയ രീതിയിൽ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുകയും അവരുടെ നിലപാടുകളൊക്കെ പറയുകയും ചെയ്തു. അതായത് ഒരു പ്രതിപക്ഷത്തെ ഒരു 3ാം നിര എന്നൊരു സാന്നിധ്യം നമ്മൾ ഇതുവരെ നിയമസഭയിൽ കണ്ടിട്ടില്ല. അത് ഇന്നലെ മുതൽ നമ്മൾ അത് കണ്ടറിഞ്ഞു തുടങ്ങിയതാണ്. അതിന് തുടർച്ച ഉറപ്പായും വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകും. ഒരു 3ാം നിരയുടെ ഒരു സാന്നിധ്യം കേരള നിയമസഭ അറിഞ്ഞു തുടങ്ങുകയാണ്. ഇന്നലെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും മറ്റു വിഷയങ്ങളിലൊക്കെ തന്നെ ഈ 3 പ്രതിപക്ഷ അംഗങ്ങൾ BJPയിലെ 3 അംഗങ്ങളും അവരുടെ നിലപാടുകൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നതാണ്. അങ്ങനെ ഇന്ന് നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിനും അതിന്റെ തുടർ നടപടി നന്ദിപ്രമേയ ചർച്ചയിലൊക്കെ തന്നെ ഉടനീളം പങ്കെടുത്തുകൊണ്ട് 3 മുന്നണികളും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുമായ അൽഫിട്ട്, മറ്റൊന്ന് ഈ നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കം അത് പരിഹരിക്കപ്പെടുന്നേ ഇല്ലല്ലോ. CPM-ലും CPI-യിലും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇരു വിഭാഗവും തയ്യാറാവുന്നില്ല, അല്ലേ?
അതെ, തീർച്ചയായും വിട്ടുവീഴ്ച ചെയ്യാൻ ഈ വിട്ടുവീഴ്ച ചെയ്യുക എന്നാൽ അപ്പുറത്തേക്ക് പരസ്യമായും തർക്കമൊക്കെ മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഇടതുമുന്നണി CPM CPI പോരൊക്കെ PM ശ്രീ വിഷയത്തിൽ കണ്ടതാണ്. അതിനുശേഷം അത്രയും ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഇവർ പ്രതിപക്ഷത്തായപ്പോൾ മറ്റൊരു വിഷയം, അത് പ്രതിപക്ഷ ഉപനേതാവ് ആരെ ഉണ്ടാകണം എന്നതിനെ ചൊല്ലിയുള്ളൊരു തർക്കം. അത് CPI ആദ്യം പരസ്യമായി ഒരു വിഷയം ഉന്നയിക്കുന്നു, പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവി CPIക്ക് തന്നെ തരണം എന്ന ആവശ്യം. അത് പരസ്യമായി ബിനോയ് വിശ്വം പറഞ്ഞു. ആ പരസ്യമായുള്ള ഈ ഒരു ആവശ്യം ഉന്നയിച്ചതാണ് ഇപ്പുറത്ത് CPMനെ സംബന്ധിച്ച് അവർ പ്രകോപിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് മുന്നണിയിൽ പറയണമായിരുന്നു. പക്ഷേ മുന്നണിയിൽ പറയാതെ അത് പരസ്യമായി ഈ ആവശ്യം ഉന്നയിച്ചു എന്ന രീതിയിലാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ ആയാലും അന്ന് പറഞ്ഞത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാട് CPM-ഉം നിലപാടെടുക്കുകയാണ്. മാത്രമല്ല CPM പറയുന്നത് പ്രതിപക്ഷ ഉപനേതൃ പദവിയൊക്കെ VS സർക്കാരിൻ്റെ കാലത്ത് VS-ന് അനാരോഗ്യവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി അന്ന് പ്രതിപക്ഷ ഉപനേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അപ്പോൾ അന്ന് CPM തന്നെയായിരുന്നു ഉപനേതാവ് പദവി കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ അതേ രീതിയിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഉപനേതാവ് എന്ന പദവി CPM തന്നെയാണ്. CPIക്ക് കൊടുക്കുന്നതിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും അങ്ങനെ ഒരു കീഴ്വഴക്കം CPIക്ക് ഉപനേതാവ് പദവി കൊടുക്കുന്ന ഒരു കീഴ്വഴക്കമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ആ നിലപാടിൽ CPM ഉറച്ചു നിൽക്കുന്നു. അവർ CPIക്ക് എന്തായാലും കൊടുക്കാൻ തയ്യാറല്ല എന്നൊരു സൂചന തന്നെയാണ് പരസ്യമായി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അത് KN ബാലഗോപാൽ പ്രതിപക്ഷ ഉപനേതാവ് എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടാകും. ഉറപ്പായും അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ CPI കടുത്ത വിമർശനവും അതൃപ്തിയും അവർ പരസ്യമായ രംഗത്ത് വരും. ആൾക്കാർക്ക് സംശയമില്ല. കാരണം ബിനോയ് വിശ്വം ഓരോ തവണ കാണുമ്പോഴും മാധ്യമങ്ങളോടും അത് CPIക്ക് തന്നെ അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നു. അവിടെ നിന്ന് കെ രാജനെ പ്രതിപക്ഷ ഉപനേതാവ് ആക്കണമെന്നൊരു ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ബാലഗോപാൽ ആയിരിക്കുമോ കെ രാജനായിരിക്കുമോ പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരു തർക്കം ഇപ്പോഴും CPM-ഉം CPI-യും തമ്മിലുണ്ട്. മാത്രമല്ല ഇങ്ങനെ കാര്യത്തിൽ തീരുമാനമാകാത്തത് കൊണ്ട് LDF-ന്റെ പാർലമെന്ററി സമിതി യോഗം വിളിച്ചു ചേർക്കാൻ പറ്റുന്നില്ല. നിയമസഭാ കക്ഷി യോഗവും വിളിച്ചു ചേർക്കാൻ വേണ്ടി കഴിയുന്നില്ല LDF-ന്. കാരണം ഈ ഒരു തർക്കം CPI പറയുന്നു ഈ ഉപനേതാവ് പദം CPIക്ക് നൽകിയാൽ മാത്രമേ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കുകയുള്ളൂ എന്ന രീതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ബിനോയ് വിശ്വം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ തീരുമാനമാകാത്തിടത്തോളം കാലം LDF-ന്റെ നിയമസഭാ കക്ഷി യോഗവും അനന്തമായി നീളുകയാണ്. ശരി, അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കം CPM-ലും CPI-ലും രൂക്ഷമാവുകയാണ്. കാലവർഷത്തിന് മുന്നോടിയായി വിവിധ ജില്ലകളിൽ വേനൽ മഴ ശക്തമാണ്. എറണാകുളം ഉൾപ്പെടെ 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, മഴ വരുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഒടുവിൽ കാലവർഷം പടിവാതിക്കലെത്തിയിരിക്കുന്നു അല്ലേ? നാളെ മുതലാണെന്നാണ് കേൾക്കുന്നത്. മായ 4-ാം തീയതി, അതായത് 31-ാം തീയതി കാലവർഷം എത്തുമെന്നുള്ളതായിരുന്നു കാലാവസ്ഥാ വകുപ്പ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷെ അതിന് വിരുദ്ധമായി അത് 2 ദിവസം കൂടി നീണ്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 4-ാം തീയതിയോടുകൂടി തന്നെ കാലവർഷം ഏതായാലും എത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനു മുന്നോടിയായി തന്നെ വലിയ തരത്തിലുള്ള മഴ വിവിധ ജില്ലകളിലെല്ലാം തന്നെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിശക്തമായ മഴയാണ് എറണാകുളം ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ കഴിഞ്ഞ രാത്രിയൊക്കെ തന്നെ പെയ്തത്. ഇന്ന് എറണാകുളം, കോട്ടയം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളെല്ലാം തന്നെ ഇപ്പോൾ ഇന്ന് ഓറഞ്ച് അലർട്ട് ഉണ്ട്. ഒപ്പം തന്നെ ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നേരത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ അതിശക്തമായ മഴ വരുന്നത് കൊണ്ട് തന്നെ കടൽക്ഷോഭത്തിനും കടലാക്രമണത്തിനും ഒക്കെ തന്നെ സാധ്യതയുണ്ട്. തീരദേശ മേഖല, അത് നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് തീരദേശ മേഖലയിലാണ് കനത്ത മഴ വരുമ്പോൾ വലിയ നാശം വിതയ്ക്കുന്നത്. ആ മേഖലകളിൽ കൂടുതൽ ജാഗ്രത ഇത്തവണ പുലർത്താനുള്ള നിർദ്ദേശമുണ്ട്. വീടുകൾക്കൊക്കെ കേടുപാടുകൾ വരുന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉയർന്ന തിരമാല ഉയർന്നു വരാനുള്ള സാധ്യതയൊക്കെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മലയോര മേഖലകളിലാണ്. ആ മേഖലയിൽ കൂടുതൽ ജാഗ്രത പുലർത്താനാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും അതിശക്തമായ മഴ നാളെ മുതൽ ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്ന് ഈ വരുന്ന 3 മണിക്കൂറിൽ 8 ജില്ലകളിലാണ് 40 കിലോമീറ്റർ വേഗതയിൽ അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത കാലാവസ്ഥാ വകുപ്പ് പറയുന്നതുമായ. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. കാലവർഷത്തിന് മുന്നോടിയായി വിവിധ ജില്ലകളിൽ വേനൽമഴ ശക്തമായിരിക്കുന്നു. നാളെ കാലവർഷം എത്തുമെന്നാണ് മുന്നറിയിപ്പുകൾ വരുന്നത്.
മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ സർക്കാർ കൂടുതൽ ഇടപെടൽ നടത്തണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ. ബ്ലൂ ഇക്കോണമിയുടെ ഭാഗമായുള്ള പ്രതിസന്ധി മറികടക്കാൻ സംവിധാനം വേണമെന്ന് തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നു. ട്രോളിംഗ് നിരോധന സമയക്രമം പരിഷ്കരിക്കണമെന്നും വരൾച്ച പാക്കേജുകൾ പ്രഖ്യാപിക്കണമെന്നും തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ മാസം 9 മുതലാണ് 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി വിളിച്ച യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. എന്നാൽ ട്രോളിംഗ് നിരോധനം കൊണ്ട് മാത്രം മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല എന്നാണ് മത്സ്യത്തൊഴിലാളി സംഘടനകൾ പറയുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാരുകൾക്ക് മുന്നിൽ വെച്ച പല ആവശ്യങ്ങളും ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുകയാണ്. മണ്ണെണ്ണയും ഡീസലും വലകളുമെല്ലാം മുൻപുള്ളതിനേക്കാൾ വലിയ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികളുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുഭാവപൂർണമായ സമീപനം വേണമെന്ന് തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നു. ക്ലൈമറ്റ് ചേഞ്ച് അടുത്ത വർഷം എന്ന് പറയുന്നത് എല്ലിനോ വർഷമാണ്. കടൽ ചൂട് പിടിക്കും, മത്സ്യം കിട്ടാണ്ട് പോവുകയാണ്. മത്സ്യം പിടിക്കണമെങ്കിൽ വരുന്ന ചിലവ് വളരെ ഗുരുതരമാണ്. 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 167 രൂപ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. തമിഴ്നാട്ടിൽ 15 രൂപയുള്ളൂ. ഈ പൈസ കൊടുത്ത് എങ്ങനെ മേടിച്ച് എങ്ങനെ കാശ് മുതലാക്കും? മത്സ്യമേഖല വരൾച്ച പാക്കേജ് അനുവദിക്കണം. അനധികൃതം എല്ലാ മത്സ്യബന്ധനങ്ങളും തടയുകയും വേണം. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് നിരുത്സാഹപ്പെടുത്തണം. കേന്ദ്ര ഗവൺമെൻറ് ആയിട്ട് ഈ മേഖല പൂർണ്ണമായും വൻകിട കുത്തകൾക്ക് കൊടുക്കുകയാണ്. അവർ തീരത്ത് വന്ന് മുഴുവൻ മീൻ പിടിച്ചുകൊണ്ടുന്ന അവസ്ഥ നിൽക്കുന്നത്. ഇതൊക്കെ അങ്ങേറ്റ ഹാനികരമായ കാര്യമാണ്. ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങളുമായി ചർച്ച ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പലയിനം മത്സ്യങ്ങളും കടലിൽ വലിയ തോതിൽ കുറഞ്ഞു വരികയാണ്. തെറ്റായ നയങ്ങളുടെ ഭാഗമായാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് തൊഴിലാളി സംഘടനകൾ കുറ്റപ്പെടുത്തുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലേറിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് മറ്റ് സമരപരിപാടികൾ ഈ ഘട്ടത്തിൽ ആലോചിച്ചിട്ടില്ല. എന്നാൽ സർക്കാർ അടിയന്തരമായി എല്ലാവരുമായി നേരിട്ട് ചർച്ച നടത്തണമെന്ന് സംഘടനകൾ ആവശ്യപ്പെടുന്നു. കാലവർഷത്തിലും തുലാവർഷത്തിലും 2 പാദത്തിലായി ട്രോളിംഗ് നിരോധനം ക്രമീകരിക്കാനുള്ള നീക്കമുണ്ടായെങ്കിലും അത് എങ്ങും എത്തിയിട്ടില്ല. നിലവിലെ 52-ന് പകരം 60 ദിവസം എന്നുള്ളതായിരുന്നു ക്രമീകരണത്തിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം. എന്നാൽ ഈ ശുപാർശകൾ അംഗീകരിക്കപ്പെട്ടില്ല. ബ്ലൂ ഇക്കോണമി നയത്തിന്റെ ഭാഗമായുള്ള കടന്നുകയറ്റങ്ങളിലും തൊഴിലാളി സംഘടനകൾ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. മത്സ്യസമ്പത്ത് കുറയുന്നതിനോടൊപ്പം മത്സ്യമേഖല നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വിശദമായ ചർച്ചയും പരിഹാരവും വേണമെന്ന് സംഘടനകൾ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, കൊച്ചി. അൻസിബ ടിനിടോം വിഷയത്തിൽ തർക്കങ്ങൾ തുടരുന്നതിനിടെ താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരാൻ പോകുന്നു. അൻസിബയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിപ്രിയ മാത്രമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായത്. അതേസമയം അൻസിബ നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട്. മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെ പലരും മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ അമ്മയ്ക്കുള്ളിലെ തർക്കം അത് പരിഹരിക്കാതെ മുന്നേറുകയാണ്. അൻസിബ നിയമപരമായി മുന്നോട്ട് പോയിരിക്കുന്നു. ഇന്നിപ്പോൾ എക്സിക്യൂട്ടീവ് യോഗം നടക്കാൻ പോവുകയാണ്. അത് എത്രത്തോളം നിർണായകമാണ് പ്രശാന്ത്? താരസംഘടനയിലെ തർക്കം ഒരു പരിധിക്കപ്പുറത്തേക്ക് പുറത്തേക്കും പൊതുജനമധ്യത്തിലേക്കും എത്തിയതോടുകൂടി തന്നെയാണ് നിർണായക ഇടപെടലുകൾ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും പ്രശ്നപരിഹാരങ്ങൾ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരാതിക്കാരെ മുഴുവൻ കേൾക്കാൻ താരസംഘടന തീരുമാനിച്ചിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുൻപിൽ ഹാജരായി അവർക്ക് പറയാനുള്ളത് പറയാം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. അൻസിബയ്ക്കും സമാനമായ രീതിയിൽ അതിനുള്ള അവസരമൊരുക്കാൻ സംഘടന തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആ ഒരു അവസരം നിഷേധിക്കുകയും അല്ലെങ്കിൽ ആ നീക്കത്തെ അൻസിബ തള്ളുകയാണുണ്ടായത്. നിയമപരമായ നീക്കങ്ങളിലൂടെ പോകാൻ തന്നെ അൻസിബ തീരുമാനിച്ചിരുന്നു. മാത്രമല്ല, അൻസിബ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ആരോപണ വിധേയർ കൂടി ഉൾപ്പെടുന്ന കമ്മിറ്റി ഇത്തരമൊരു പരാതികൾ കേൾക്കാൻ തയ്യാറാകുന്നത് ശരിയല്ല, അത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണ് എന്നുള്ളതാണ് അൻസിബ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പകരം സംവിധാനം വേണമെന്നും അതിൽ തന്നെ പ്രധാനമായും രമേശ് പിഷാരടി MLA ഉൾപ്പെടെ ഉള്ളവർ ആ സമിതിയിൽ ഉണ്ടാകണം, അജു വർഗീസിനെ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തു. അത് പക്ഷേ ഈ സംഘടന തള്ളുകയാണ് ഉണ്ടായത്. നിലവിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ ഈ പരാതികൾ കേൾക്കുമെന്നാണ് തീരുമാനിച്ചത്. അതിൽ ലക്ഷ്മിപ്രിയ മാത്രമാണ് നിലവിൽ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ പറയാനെത്തിയത്. മറ്റുള്ളവരാരും തന്നെ ഇതുവരെ ഹാജരായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ തന്നെ അൻസിബ പോലീസിൽ പരാതി നൽകുന്നു. താനുമായി ബന്ധപ്പെട്ട ലക്ഷ്മിപ്രിയക്കെതിരെയും ലക്ഷ്മിപ്രിയയുടെ കുടുംബാംഗങ്ങൾക്കെതിരെയുമായ ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ തന്നെ പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴിരേഖപ്പെടുത്തൽ തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് 2 ദിവസത്തിനുള്ളിൽ ഹാജരായി മൊഴി നൽകാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അതായത് അൻസിബ തീരുമാനിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. വ്യക്തിപരമായ അധിക്ഷേപം അടക്കം ഉണ്ടായ സാഹചര്യത്തിൽ ഇത് ഒരു സംഘടനയ്ക്കുള്ളിൽ മാത്രം പരിഹരിക്കും
പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതേസമയം താരസംഘടനയുടെ ഭാരവാഹികൾ ഇപ്പോഴും നിലപാടെടുത്തിരിക്കുന്നത് ഇത് ഒരു ആഭ്യന്തര വിഷയമാണ്, സംഘടനയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ്, സംഘടനയിലുള്ള താരങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, മറ്റു വിഷയങ്ങൾ ആ വഴിക്ക് നിയമപരമായി പോയിക്കോട്ടെ, ഇതിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ ഈ തരത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ്. അതിനകത്ത് ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അൻസിബയുമായി കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു. ആ സമയത്ത് അൻസിബ പറഞ്ഞത് ചില പ്രധാനപ്പെട്ട താരങ്ങൾ ഉൾപ്പെടെ അൻസിബയുമായി നേരിട്ട് സംസാരിക്കുന്നുണ്ട് ഈ വിഷയം പരിഹരിക്കാൻ. അത് സൗഹൃദത്തിന്റെ പുറത്താണ്, ഔദ്യോഗികമായി സംസാരിക്കുന്നതല്ല. എങ്കിൽ പോലും സൗഹൃദത്തിന്റെ പുറത്ത് നിരവധി ആളുകൾ വിളിക്കുന്നുണ്ട്, പലവിധ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അൻസിബ പറഞ്ഞത്. അക്കാര്യത്തിലൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനത്തിലേക്ക് താൻ എത്തിയിട്ടില്ല, അതൊരു സൗഹൃദ സംഭാഷണം മാത്രമാണെന്നാണ് അൻസിബ പറഞ്ഞത്. ഏതായാലും ഇതൊരു വലിയ നിയമക്കുരുക്കിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ പൊതുജനമധ്യത്തിൽ സാധാരണ ജനങ്ങൾ പോലും വിചാരിച്ചത് സംഘടനയ്ക്ക് താരങ്ങൾ തമ്മിലുള്ള തർക്കം ആ വഴിക്ക് പോകട്ടെ എന്നുള്ള. പക്ഷേ അതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ ഇതൊരു വലിയ പ്രശ്നമായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പരിഹരിക്കാൻ മുതിർന്ന താരങ്ങളുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ താരങ്ങൾ രണ്ട് തട്ടിലാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. മായ, പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഈ അൻസിബ ടീറ്റോം വിഷയത്തിൽ തർക്കങ്ങൾ തുടരുന്നതിനിടെ താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരാൻ പോവുകയാണ്. കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മലയാളികളായ KJ ജോർജ്, UT ഖാദർ എന്നിവരും മന്ത്രിസഭയിലുണ്ട്. സ്ഥാനമൊഴിഞ്ഞ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി നിയമിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഒരു പാക്കേജ് വെച്ചിട്ടാണല്ലോ ഈ സിദ്ധരാമയ്യ മുൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞിരിക്കുന്നത്. കേൾക്കുന്ന സിദ്ധരാമയ്യയുടെ മകനും മന്ത്രിസഭയിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കർണാടകയിൽ മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് ലോക്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഒപ്പം 13 മന്ത്രിമാരും മായ ചൂണ്ടിക്കാട്ടിയതുപോലെയും സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യ ഉൾപ്പെടെ 13 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 2 മലയാളികളും DK ശിവകുമാർ മന്ത്രിസഭയിലുണ്ട്. KJ ജോർജ്, UT ഖാദർ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത മലയാളികൾ. ഒപ്പം വലിയ രീതിയിൽ തുടർച്ചയായി നടത്തിയിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് സിദ്ധരാമയ്യയെ അനുനയിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുകയും പകരം DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി സിദ്ധരാമയ്യയെ നിലവിൽ കോൺഗ്രസിന്റെയും പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് രാജ്യസഭാ അംഗത്വം നൽകാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. നിലവിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെ, കൂടാതെ സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യ, പരമേശ്വര, സതീഷ് ജാർക്കിഹോളി, ഈശ്വർ ഖന്ദ്രെ, രാമലിംഗ റെഡ്ഡി, ശിവരാജ് ധങ്കടി തുടങ്ങിയ 13 മന്ത്രിമാരും DK ശിവകുമാറുമാണ് ഇന്ന് വൈകിട്ട് ബംഗളൂരുവിൽ ലോക് ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കൂടാതെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മായ, ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോവുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ മുഴുവൻ പ്രതികളുടെയും ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് ഒന്നിച്ച് പരിഗണിക്കാൻ പോകുന്നു. വാദിഭാഗത്തിന് ഡീറ്റെയിൽസ് ഒബ്ജക്ഷൻസ് ഫയൽ ചെയ്യാനുള്ള സമയം അനുവദിച്ചുകൊണ്ടാണ് ഹർജി ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടാകുന്നതുവരെ അറസ്റ്റ് തടയണമെന്നും പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ക്രൈം നടന്നിട്ടില്ലേ എന്നും അത്തരം സാഹചര്യങ്ങളിൽ അറസ്റ്റ് തടയാൻ ജില്ലാ കോടതിക്ക് അധികാരമില്ല എന്നും കോടതി വ്യക്തമാക്കി ആവശ്യം നിരസിക്കുകയായിരുന്നു. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെയും ഭർത്താവിൻ്റെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് കൗസർ എടവക്താണ് ഹർജിയിൽ വിധി പറയുന്നത്. പെൺകുട്ടിയെ വിവാഹം ചെയ്ത യുവാവ് പോക്സോ പട്ടികജാതി പീഡന നിയമങ്ങളിലെ വകുപ്പുകൾ പ്രകാരം കുറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് മധ്യപ്രദേശ് പോലീസിന്റെ വാദം. എന്നാൽ രേഖകൾ ശരിയാണ് എന്നാണ് പെൺകുട്ടിയുടെ ഭർത്താവ് ഉൾപ്പെടെ വാദിക്കുന്നത്. അതേസമയം പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷണയിലേക്ക് മാറ്റുന്ന കാര്യമാണ് ആലോചിക്കുന്നത് എന്ന് മധ്യപ്രദേശ് പോലീസ് ഹൈക്കോടതിയെ ഇന്നലെ അറിയിച്ചിരുന്നു. പെൺകുട്ടിയുടെ ഭർത്താവിനെതിരെ വ്യാജരേഖ ചമച്ചത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളും ചുമത്തുമെന്ന് മധ്യപ്രദേശ് പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തൃശൂർ
തൃശൂർ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് തുടക്കമായി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. രാവിലെ 11 മണിക്ക് വേദിയിലെത്തുന്ന അമ്മയെ വിശിഷ്ട വ്യക്തികൾ ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം, ഭജന, ധ്യാനം എന്നിവ നടക്കും. ശേഷം അമ്മ ഭക്തർക്ക് ദർശനം നൽകും. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് ശേഷമാണ് അമ്മ തൃശൂരിലെത്തിയത്. ഇന്നും നാളെയുമായാണ് ബ്രഹ്മസ്ഥാന മഹോത്സവം. രാവിലെ 11 മണി മുതൽ അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം, ഭജന, ധ്യാന പരിശീലനം എന്നിവയുണ്ടാകും. അതിനുശേഷം ഭക്തർക്കായുള്ള അമ്മയുടെ ദർശനം ആരംഭിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കാളികളാകും. 2 ദിവസങ്ങളിലായി ബ്രഹ്മസ്ഥാനത്ത് ലളിതാ സഹസ്രനാമാർച്ചന നടക്കും. രാഹുദോഷ നിവാരണ പൂജ, ശനിദോഷ നിവാരണ പൂജ, ഉദയാസ്തമന പൂജ, മഹാഗണപതി ഹോമം എന്നിങ്ങനെ സവിശേഷമായ പൂജകളും ചടങ്ങുകളും ഉണ്ടായിരിക്കും. ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത അമൃതശ്രീ അംഗങ്ങൾക്കുള്ള സാരികൾ, പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള വൃക്ഷത്തൈകൾ എന്നിവ അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ വിതരണം ചെയ്യും. അമൃത ന്യൂസ്, തൃശൂർ. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഒരിക്കൽ കൂടി തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ വലിയ സന്തോഷമുണ്ടെന്ന് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ പറഞ്ഞു. അമ്മ തൃശ്ശൂരിലെത്തുമ്പോൾ ഭക്തജനങ്ങൾക്ക് വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ്. നമുക്കറിയാം, അമ്മയുടെ സന്ദേശം ഭക്തിയുടെയും നിസ്വാർത്ഥ കർമ്മത്തിൻ്റെയും സന്ദേശമാണ് അമ്മ പ്രചരിപ്പിക്കുന്നത്. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഗുരുവാണ് അമ്മ. അമ്മ ജാതി മത വർഗഭേദമന്യേ എല്ലാവരെയും അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ സ്നേഹിക്കുന്നു. പലപ്പോഴായിട്ട് എനിക്ക് അമ്മയെ കാണാൻ സാധിച്ചിട്ടുണ്ട്. തൃശ്ശൂർ വന്നപ്പോഴും കൊടുങ്ങല്ലൂർ വന്നപ്പോഴും അമ്മയെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തൃശ്ശൂർ അമ്മ വരുന്നത് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായ കാര്യമാണ്. തൃശ്ശൂർ ശ്രീരാമകൃഷ്ണ മഠം അമ്മയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ കണ്ടതും നമസ്കരിച്ചതും എന്നും ഓർമ്മയിൽ മധുരം നിറയ്ക്കുന്നുവെന്ന് സംഗീത സംവിധായകൻ വിദ്യാധർ മാസ്റ്റർ പറഞ്ഞു. അമ്മ ഒരിക്കൽ കൂടി തൃശ്ശൂരിലെത്തുമ്പോൾ ഇരട്ടി മധുരമാണെന്നും അദ്ദേഹം പറഞ്ഞു. അമൃതാനന്ദമയി അമ്മയുടെ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പോയി കണ്ടതും അമ്മയെ നമസ്കരിച്ചതൊക്കെ ഇന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നതാണ്. ഈ വരുന്ന ജൂൺ 3ഉം 4ഉം വരുന്ന ദിവസം എനിക്ക് 3-ാം തീയതി വന്ന് അമ്മയെ ഇനിയും ഒന്ന് കാണണം, നമസ്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി തൃശ്ശൂരിൽ എത്തുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്ന് എലൈറ്റ് ഹോട്ടൽ മാനേജിംഗ് പാർട്ണർ KV സദാനന്ദൻ പറഞ്ഞു. അമ്മയുമായി വളരെ കാലമായുള്ള ബന്ധമാണെന്നും എല്ലാവരും അമ്മയുടെ ദർശനത്തിനായി എത്തണമെന്നും KV സദാനന്ദൻ പറഞ്ഞു. അമ്മയായിട്ട് ഒരുപാട് കാലത്തെ പരിചയവും അടുപ്പവും സ്നേഹബന്ധവും. ഇടുക്കി പീരുമേട്ടിലെ തേയിലത്തോട്ടം തൊഴിലാളികൾക്ക് പറയാനുള്ളത് ദുരിത കഥകൾ മാത്രമാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് മലങ്കര ഗ്രൂപ്പിൻ്റെ പെൻഷറസ്റ്റ് എസ്റ്റേറ്റ്. മികച്ച സൗകര്യങ്ങളുള്ള താമസ സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ ഇവിടെ തോട്ടം മാനേജ്മെന്റ് തൊഴിലാളികൾക്കായി നിർമ്മിച്ചത്. ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങളിലുള്ള നെയ്യങ്ങളിൽ ഭൂരിഭാഗവും കാലപ്പഴക്കം മൂലം തകർച്ചയുടെ വക്കിലാണ്. എന്നാൽ പീരുമേട് മലങ്കര എസ്റ്റേറ്റിലെ പുതിയ നെയ്യങ്ങൾ മികച്ച സൗകര്യങ്ങളുള്ളതാണ്. ഗോണാമിക്കടുത്തുള്ള മലങ്കര പെൻഷറസ്റ്റ് എസ്റ്റേറ്റിൽ 6 കുടുംബങ്ങൾക്കായാണ് ലയം പണിതത്. ഓരോ വീട്ടിലും 2 കിടപ്പുമുറിയും അടുക്കളയും ലിവിംഗ് ഏരിയയും ശുചിമുറിയുമുണ്ട്. അടുത്തുള്ള എസ്റ്റേറ്റുകളെല്ലാം അടച്ചു പൂട്ടിയിട്ടിരുന്നാലും ഞങ്ങളുടെ MD ഇതുവരെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. എസ്റ്റേറ്റ് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അവരെ പോലെ താമസിക്കാനുള്ള വസതിയിൽ ഞങ്ങൾക്ക് നല്ല വീടും കെട്ടിത്തന്നിട്ടുണ്ട്. എല്ലാവിധ നന്മകളും ഇതുവരെ ഞങ്ങളുടെ MD ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. 1 കോടി രൂപ മുടക്കിയാണ് ലയം പണിതത്. ഇതിൽ 12 ലക്ഷം രൂപ സർക്കാർ സബ്സിഡിയായി നൽകി. ഉടമയായ KJ തോമസാണ് പ്ലാൻ തയ്യാറാക്കിയത്. ലയത്തിലെ സൗകര്യങ്ങളിൽ തൊഴിലാളികളും പൂർണ്ണ തൃപ്തർ. ഇതിൽ ഞങ്ങൾ ലൈൻസാന്ന് പറയുന്നില്ല, ഇപ്പം ഞങ്ങൾക്ക് കോട്ടയിൽസാണ് പണി തന്നിരിക്കുന്നത്. ഒരു കോട്ടയിൽസ് പണിത് ചിലവാക്കി എടുത്തിരിക്കുന്ന രൂപ വന്നിട്ട് 16 ലക്ഷം രൂപയാണ്.
ഗവൺമെൻറ്റിൽ നിന്ന് ഏതാണ് സബ്സിഡി 2 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നത് വെച്ചാലും മറ്റുള്ള മുതലാളിമാർ ഇത് ഏറ്റെടുത്ത് ചെയ്യുവാനായിട്ട് അവർ മുൻകൈ എടുത്തിട്ടില്ല. മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. 40 കുടുംബങ്ങൾക്ക് പുതിയ ലയങ്ങൾ നിർമ്മിച്ചു നൽകാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഇടുക്കി പീരുമേട്ടിലെ തൊഴിൽത്തോട്ടം തൊഴിലാളികൾക്ക് പറയാനുള്ളത് ദുരിത കഥകൾ മാത്രമാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് മലങ്കര ഗ്രൂപ്പിൻ്റെ പെൻഷറസ്റ്റ് എസ്റ്റേറ്റ്. അതിൻ്റെ വാർത്തയാണ് കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. വഴിയും വെള്ളവുമില്ലാതെ പരാധീനതകൾക്ക് നടുവിൽ കഴിയുകയാണ് കോട്ടയം പള്ളം വരമ്പിനകം ചിറയിലെ 11 കുടുംബങ്ങൾ. കൊടൂരാറിൻ്റെ തീരത്ത് കഴിയുമ്പോഴും കുടിവെള്ളം വില കൊടുത്തു വാങ്ങുകയാണ് ഇവർ. കൊടൂരാറിൻ്റെ സംരക്ഷണ ഭിത്തിയാണ് ഈ വീടുകളിലേക്കുള്ള ഏക വഴി. വഴിയും വെള്ളവും ലഭിക്കാൻ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ. കോട്ടയം നഗരസഭാ പരിധിയിൽ പഴയ നാട്ടകം പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് വഴിയും വെള്ളവുമില്ലാതെ 11 കുടുംബങ്ങൾ ദുരിതത്തിൽ കഴിയുന്നത്. ഈ വീടുകൾക്ക് മുന്നിലൂടെയാണ് കൊടൂരാർ ഒഴുകുന്നത്. എന്നാൽ കുടിവെള്ളം വില കൊടുത്ത് വാങ്ങണം. 1 കിലോമീറ്റർ അകലെ വരെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ എത്തുന്നുണ്ട്. എന്നാൽ ഈ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ നഗരസഭയോ വാട്ടർ അതോറിറ്റിയോ നടപടി സ്വീകരിച്ചിട്ടില്ല. ഈയിടെ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് വെള്ളം കൊണ്ട് തന്ന് ഇതൊക്കെ അറ്റത്ത് വീട്ടിൽ കൊണ്ട് ടാക്കൊക്കെ നിറച്ചിട്ടിരിക്കുന്നുണ്ടോ പഞ്ചായത്തിൽ വെള്ളമാണ്. അത് വിളിക്കണം അവരെ വിളിച്ച് അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഒരു തരില്ല തരത്തില്ല. ഇരുചക്ര വാഹനമെങ്കിലും എത്തുന്ന ഒരു വഴി എന്നത് ദീർഘകാലമായി ഈ കുടുംബങ്ങളുടെ ആവശ്യമാണ്. നിലവിൽ കൊടൂരാറിൻ്റെ സംരക്ഷണ ഭിത്തിയിലൂടെയാണ് ഇവർ വീടുകളിലേക്ക് എത്തുന്നത്. കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏതാനും മാസങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് ഈ സംരക്ഷണ ഭിത്തി. അതിനു മുൻപ് തകർന്ന പുറംബണ്ടിലൂടെയാണ് ഇവർ സഞ്ചരിച്ചിരുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ രോഗികളെയും മറ്റും വാഹന സൗകര്യമുള്ളിടത്തേക്ക് എത്തിക്കുക വളരെ ക്ലേശകരമാണ്. ഒരു ആശുപത്രി പോക്ക് കാര്യങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിനൊന്ന് പോവുക അതിനായിട്ട് വാഹനം ഉണ്ടെങ്കിൽ തന്നെ അതേ ചെന്ന് കയറിപ്പോകുക ഈ വളരെ ബുദ്ധിമുട്ടുകളാണ്. ആ സമയത്തൊന്നും ചെന്നെത്താൻ പറ്റുന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് അധികാരികൾ കണ്ണ് തുറക്കണം. കാരണം മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് കിട്ടിയിരുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എപ്പോൾ കിട്ടാനാണ്. അപ്പോൾ എനിക്കിപ്പോൾ വയസ്സ് ഏറെക്കുറെ ഒരു 65 ആയി. ഇനിയിപ്പം കിട്ടിയാലും എന്തുമാത്രം പറയപ്പെടും. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഒരു സൗകര്യം കിട്ടണം. അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വീടുകൾ പലതും ശോചനീയാവസ്ഥയിലാണ്. സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മൂലം വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പോലും പലർക്കും നടത്താനായിട്ടില്ല. വഴിയില്ലാത്തതുമൂലം കിടപ്പ് രോഗിയായ പിതാവിനെയും കൂട്ടി ഒരു കുടുംബം ഇവിടെ നിന്നും വാടക വീട്ടിലേക്ക് താമസം മാറി. പെരയുടെ മെയിൻ്റനൻസ് പണി ചെയ്ത് നടക്കത്തില്ല. കാരണം ഒരു സാധനം ഇറക്കിയാൽ അത് ഇവിടെ കൊണ്ടുവന്ന് പറ്റിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പോൾ അന്ന് മുതലേ പെരയുടെ 89 ഇവിടെ താമസിക്കാൻ തുടങ്ങിയാലും പെരയുടെ മെയിൻ്റനൻസ് പണി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കാത്ത കാരണം പെര ഇങ്ങനെ കിടക്കുകയാണ്. പെര ഏത് നിമിഷവും വീഴുക. എൻ്റെ തന്നെയല്ല, ഇവിടെയുള്ള സകല മനുഷ്യരുടെയും പെര ഇതേ അവസ്ഥയിലാണ്. ഈ വീടുകൾക്ക് പിന്നിൽ പതിറ്റാണ്ടുകളായി തരിശായി കിടക്കുന്ന പാടമാണ്. ഈ ഭാഗത്ത് ഭൂമി ഏറ്റെടുത്ത് തങ്ങൾക്ക് വഴി നിർമ്മിച്ച് നൽകണമെന്നും വീടുകളിലേക്ക് കുടിവെള്ളം ലഭ്യമാക്കണമെന്നുമാണ് അധികൃതരോട് ഈ കുടുംബങ്ങളുടെ അഭ്യർത്ഥന. അമൃത ന്യൂസ്, കോട്ടയം. 5 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം പൂർത്തിയാകാത്ത പത്തനംതിട്ട അബാൻ മേൽപ്പാലം പത്തനംതിട്ട നഗരത്തിലെത്തുന്നവർക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത്. മഴ കൂടി പെയ്തതോടെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാൽനട യാത്ര പോലും അസാധ്യമാണ്. എന്നാൽ കാലാവസ്ഥ അനുകൂലമായാൽ വരുന്ന ഓണത്തിന് പാലം ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ സ്ഥലം സന്ദർശിച്ച ആറന്മുള MLA അബിൻ വർക്കി പറഞ്ഞു. വർഷം 5 കഴിഞ്ഞിട്ടും പത്തനംതിട്ട നഗരത്തിലെ അബാൻ മേൽപ്പാലം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. മുൻ MLA വീണ ജോർജ് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് തുടക്കമിട്ട പദ്ധതിയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാതി വഴിയിൽ നിൽക്കുന്നത്. പാലം പണി നീളുന്നതോടെ പത്തനംതിട്ട നഗരത്തിലെ ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് എന്ന് അവസാനമുണ്ടാകുമെന്ന് ആർക്കും അറിയില്ല. കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്ക് എത്താൻ കഴിയാത്തതിനാൽ വ്യാപാരികളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. മഴ കൂടി പെയ്തതോടെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരവും അബാൻ ജംഗ്ഷനും പൂർണ്ണമായും ചെളിയിലായി. ഇതോടെ ഈ ഭാഗത്തുകൂടി നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പൊതുജനം. കഴിഞ്ഞ ദിവസം ആറന്മുള MLA അബിൻ വർക്കി ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമൊപ്പം സ്ഥലത്തെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തി. മേൽപ്പാല നിർമ്മാണത്തിന് ഇനി അവശേഷിക്കുന്ന സ്ഥലമേറ്റെടുക്കൽ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമായില്ലെങ്കിൽ വരുന്ന ഓണത്തോടുകൂടി പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ MLA വ്യക്തമാക്കി. ജൂലൈ 5-ാം തീയതിക്ക് മുമ്പായിട്ട് ഒരു ഭാഗത്തേട്ട് മുഴുവനായി തന്നെ തുറന്നു കൊടുക്കാൻ പാകത്തിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറുഭാഗത്തേട്ടുള്ളത് ജൂലൈ 30-ാം തീയതിക്ക് മുമ്പ് തുറന്നു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനിടയിൽ നമുക്കറിയാം മഴക്കാലമാണ്. ഏതെങ്കിലും വലിയ മഴക്കാലവുമായി ബന്ധപ്പെട്ട് പണി നടത്താൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം വന്നാൽ
കുറച്ച് ദിവസം കൂടെ നീളും എന്നുള്ളത് ഉണ്ടാകും. പക്ഷേ എങ്കിൽ പോലും പരമാവധി ജൂലൈ 30 മുമ്പ് തന്നെ 2 വശത്തേട്ടുമുള്ള നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ഒരു നടപടിയാണ് സ്വീകരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നഗരസഭാ അധികൃതർ, പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി, വാട്ടർ അതോറിറ്റി, ലാൻഡ് അക്വിസിഷൻ വിഭാഗം ഉദ്യോഗസ്ഥരും കരാറുകാരനും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. അധികൃതരുടെ ഉറപ്പ് വെറും വാക്കിലാകില്ലെന്നും ഈ ഓണത്തിനെങ്കിലും ദുരിതയാത്രയ്ക്ക് അറുതിയാകുമെന്ന പ്രതീക്ഷയിലുമാണ് പത്തനംതിട്ടയിലെ ജനങ്ങൾ. അമൃത ന്യൂസ്, പത്തനംതിട്ട. കാസർഗോഡ് വെള്ളരിക്കുണ്ട് മാലോത്ത് കസബ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യയനം ആരംഭിച്ചിട്ടും ഉന്നതികളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുവാൻ മാർഗമൊരുക്കാതെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് കുട്ടികളെ വാഹന സൗകര്യം ഒരുക്കി ഉന്നതികളിൽ നിന്ന് വിദ്യാലയങ്ങളിൽ എത്തിക്കുന്ന വിദ്യാവാഹിനി പദ്ധതി മുടങ്ങിയിരിക്കുകയാണ്. ട്രൈബൽ മേഖലയിൽ നിന്നുള്ള 50 കുട്ടികൾ ഇന്നലെ സ്കൂളിൽ എത്തിയില്ല. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരം നടപ്പാക്കുന്ന വിദ്യാവാഹിനി പദ്ധതിയിലൂടെ വാഹന സൗകര്യം ഉപയോഗിച്ച് 150 വിദ്യാർത്ഥികളാണ് മാലോത്ത് കസബ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കാനെത്തുന്നത്. എന്നാൽ ഉന്നതിയിൽ നിന്നുള്ള കുട്ടികൾക്ക് വാഹന സൗകര്യം ഉറപ്പാക്കുന്നതിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ വന്നതോടെ അധ്യയനം ആരംഭിച്ച് 2ാം ദിനത്തിൽ 50 കുട്ടികൾ വിദ്യാലയത്തിൽ എത്തിയില്ല. 150 കുട്ടികളെ ഉന്നതികളിൽ നിന്ന് മാലോത്ത് കസബ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ എത്തിക്കുവാനായി കഴിഞ്ഞ കാലങ്ങളിൽ 14 ജീപ്പ് സർവീസുകൾ ഏർപ്പെടുത്തിയിരുന്നു. കുട്ടികളുടെ പഠന സൗകര്യം ഉറപ്പാക്കുന്ന കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുണ്ടായ വീഴ്ചകൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട ഇവിടത്തുള്ള ഉത്തരവാദിത്തമുള്ള ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ആണെങ്കിലും ഫോൺ വിളിച്ചെടുക്കുകയോ നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നതിന് ഒരു തീരുമാനമാക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. എല്ലാ വർഷവും ജൂൺ 1-ാം തീയതി അധ്യയനം തുടങ്ങുന്നതാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതാണെന്നുള്ളത് ഈ പറഞ്ഞ ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രമാണോ അറിയാത്തത്? ഇത്തവണ സർവീസ് ചാർജ് കൂട്ടി നൽകണമെന്ന് ഡ്രൈവർമാർ ആവശ്യപ്പെട്ടതോടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചതെന്ന് ഡ്രൈവർമാർ പറഞ്ഞു. പാമത്തട്ട്, ആടിയാനം, നമ്പ്യാർമല, പാടി, പുല്ലടിപ്പുല്ല്, കമ്മാടി തുടങ്ങിയ മലയോര ദുർഘട മേഖലകളിൽ നിന്നാണ് കുട്ടികളെ വാഹനങ്ങളിൽ സ്കൂളിൽ എത്തിക്കേണ്ടത്. 10% എന്ന രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതായത് ഒരു 550 രൂപ, ഒരു 500 രൂപ ഒരു സ്ഥലത്തേക്ക് ഒരു ട്രിപ്പിന് ഓടുന്നുണ്ടെങ്കിൽ ഒരു 50 രൂപ കയറ്റി വെച്ചിട്ടുണ്ട്. അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ. ജീപ്പ് സർവീസിന്റെ ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ഡ്രൈവർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ മുഖവിലക്കെടുക്കാതെ അധികൃതർ തർക്കങ്ങൾ പറഞ്ഞു നിൽക്കുമ്പോൾ ഉന്നതികളിൽ നിന്നുള്ള കുട്ടികൾ എങ്ങനെ വിദ്യാലയത്തിലെത്തുമെന്ന ചോദ്യമുയരുകയാണ്. അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് കുട്ടികൾ സ്കൂളിലെത്താത്തതിന് കാരണമായിരിക്കുന്നത്. 150ഓളം കുട്ടികളാണ് ഇത്തരത്തിൽ ട്രൈബൽ മേഖലയിൽ നിന്നും വിദ്യാലയത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. തൊടുപുഴ കരിങ്കുന്നം സെന്റ് അഗസ്റ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ച് അതേ സ്കൂളിൽ അധ്യാപകരായി സേവനമനുഷ്ഠിച്ച 3 പേർ ഇന്ന് പടിയിറങ്ങുന്നു. ഡോക്ടർ നിമിച്ചൻ ജേക്കബ്, സോയി തോമസ്, സൈജു മാണി എന്നീ ഗുരുശ്രേഷ്ഠരുടെ അപൂർവ വിരമിക്കൽ ചടങ്ങ് സ്നേഹനിർഭരമായി. ഒരേ വിദ്യാലയത്തിൽ സഹപാഠികളായി പഠിച്ചു. പിന്നീട് അതേ സ്കൂളിൽ തന്നെ 4 നൂറ്റാണ്ടോളം അധ്യാപകരായി സേവനമനുഷ്ഠിച്ചാണ് ഈ മൂവർ സംഘം വിരമിക്കുന്നത്. അധ്യാപനത്തിലും സൗഹൃദത്തിലും മാതൃകയായ ഇവർ വിദ്യാർത്ഥികൾക്ക് എന്നും പ്രിയപ്പെട്ടവരായിരുന്നു. കെമിസ്ട്രി അധ്യാപകൻ എന്നതിലുപരി ഗവേഷകൻ കൂടിയായ ഡോക്ടർ നിമിച്ചൻ ജേക്കബ് ശാസ്ത്രീയ ചിന്തകൾ കുട്ടികളിൽ എത്തിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു. ബന്ധങ്ങളാണ്, സൗഹൃദങ്ങളാണ് സമൂഹത്തിന് എപ്പോഴും ഗുണം തരുന്നത്. നല്ല മനുഷ്യനെ, നല്ല ബന്ധങ്ങളുള്ള മനുഷ്യരെ എപ്പോഴും സമൂഹം വിലമതിക്കും. പ്രകൃതി പോലും അവരെ കൊതിയോടെ നോക്കി നിൽക്കുന്നു എന്നതാണ് ഞങ്ങളുടെ അനുഭവം. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കുട്ടികളിൽ ഗവേഷണ മനോഭാവം വളർത്തുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. ഒരേ സ്കൂളിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് ജീവിതത്തിലെ വലിയ ഭാഗ്യമായാണ് ഇവർ കാണുന്നത്. ഞങ്ങൾ പഠിപ്പിച്ച അധ്യാപകരുള്ള ഈ സ്കൂളിൽ ഞങ്ങൾ ആ അധ്യാപകരോടൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചു. ആ അധ്യാപകരുടെ മക്കളെ പഠിപ്പിക്കാൻ സാധിച്ചു. ഒട്ടനവധി ശിഷ്യഗണങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. വിദ്യാർത്ഥികൾക്ക് അധ്യാപകൻ മാത്രമല്ല, നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു സൈജു മാണി. പാട്ടിന്റെയും സൗഹൃദത്തിന്റെയും കരുതലിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചാണ് ഇദ്ദേഹം പടിയിറങ്ങുന്നത്. ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ശേഷം വീണ്ടും ഒരുമിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ വീണ്ടും ഇവിടെ +2 വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് വീണ്ടും ഇവിടെ ഒരുമിച്ചായി. വർഷങ്ങളോളം ഞങ്ങളിവിടെ ഒന്നിച്ച് പഠിപ്പിച്ചു. ഞങ്ങൾ പെൻഷൻ വരുന്നത് എല്ലാം സെയിം ഈ വർഷം തുടർച്ചയായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിപ്പിച്ച് ഇവിടെ നിറങ്ങാനൊരു ഭാഗ്യമുണ്ടായി. അധ്യാപന രംഗത്ത് ഇവർ നൽകിയ സംഭാവനകൾ വരും തലമുറകൾക്ക് വലിയ പ്രചോദനമാണ്. വിരമിക്കൽ ഒരു അവസാനമല്ല, മറിച്ച്
ജീവിതത്തിലെ പുതിയ തുടക്കമാണെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ മൂവർ സംഘം വിദ്യാലയത്തോട് വിട ചൊല്ലുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ നഷ്ടമാകുന്നതിന്റെ വേദനയിലാണ് സെന്റ് അഗസ്റ്റിൻ സ്കൂളും ഇവിടുത്തെ വിദ്യാർത്ഥികളും. അമൃത ന്യൂസ്, ഇടുക്കി. നഗരത്തിൽ നിന്ന് അധികം ദൂരം ഇല്ലാതെ കാലത്തിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഇന്നും അഭിമാനത്തോടെ നിലകൊള്ളുന്ന ഒരു നിർമ്മിതിയുണ്ട് പാലക്കാട്. അതാണ് ബ്രിട്ടീഷ് പാലം. അനവധി സിനിമകളുടെ ചിത്രീകരണവും ഈ പാലത്തിൽ വെച്ച് നടന്നിട്ടുണ്ട്. ഓരോ ദിവസവും ദൂരെ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്താറുണ്ട്. ഗദ്ദാമ, ഒടിയൻ, ഒരു മുറൈ വന്ത് പാർത്തായ തുടങ്ങിയ നിരവധി സിനിമകളുടെ ചിത്രീകരണം ഈ ബ്രിട്ടീഷ് പാലത്തിൽ വെച്ച് നടന്നിട്ടുണ്ട്. 1958 മലമ്പുഴ ഡാമിൽ നിന്നുള്ള കനാൽ വെള്ളം എത്തിക്കുന്നതിനായാണ് ഈ നീർപ്പാലം നിർമ്മിച്ചത്. ഒരു വശത്ത് വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള പാതയും നടുവിൽ മലമ്പുഴ കനാലും സമാന്തരമായി നടപ്പാതയുമുള്ള പാലത്തിനടിയിലൂടെ ശോകനാശിനി പുഴയും ഒഴുകുന്നു. പേര് കേൾക്കുമ്പോൾ ബ്രിട്ടീഷുകാർ പണിത പാലമെന്ന് തോന്നുമെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ബ്രിട്ടീഷ് വാസ്തുവിദ്യാ ശൈലിയിലാണ് പാലത്തിന്റെ നിർമ്മിതി. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് പാലം എന്നറിയപ്പെടുന്നതും. കൂറ്റൻ കരിങ്കൽ തൂണുകളിൽ ഉയർത്തിപ്പണിതിരിക്കുന്ന രീതിയിലാണ് നിർമ്മാണം. നീർപ്പാലത്തിന്റെ വശത്തായി പുഴ നോക്കിക്കാണാൻ മനോഹരമായ നടപ്പാതയും സ്ഥാപിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ കാറ്റുകൊള്ളാനും ഫോട്ടോഷൂട്ടുകൾക്കും ഈ ചരിത്ര നിർമ്മിതിയുടെ ഭംഗി ആസ്വദിക്കുവാനുമായി നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തുന്നു. ഇപ്പോൾ വന്നതാ, നല്ല ഫീലൊക്കെയാണ് അവിടെ വരുമ്പോൾ. നല്ല കാറ്റൊക്കെ ഉണ്ടാവും. ഉച്ചയായാലും നല്ല കാറ്റൊക്കെയാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. കുറേ പേര് വരാറുണ്ട്. 40 അടിയാണ് പാലത്തിന്റെ ഉയരം. പുഴയിലേക്കിറങ്ങാൻ 4 വശത്തും പടികൾ നിർമ്മിച്ചിട്ടുണ്ട്. പാലക്കാട് നിന്ന് ചിറ്റൂർ റോഡിൽ കരിങ്കരപ്പുള്ളി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ബ്രിട്ടീഷ് പാലത്തിനടുത്തെത്താം. പാലക്കാട് കരിങ്കരപ്പുള്ളിക്ക് സമീപത്തെ ബ്രിട്ടീഷ് പാലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ പാലത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് സിനിമകളുടെ സീനുകൾ മനസ്സിലിങ്ങനെ ഓടിയെത്തും. കാരണം അത്രത്തോളം സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് ഈ ബ്രിട്ടീഷ് പാലം. കോട്ടയം പാറൽക്കടവ് നന്ദിയാട്ട് കടവ് പാലത്തിൻ്റെ നിർമ്മാണം നിലച്ചിട്ട് 10 വർഷം പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച നിർമ്മാണമാണ് തൂണുകളിൽ ഒരുങ്ങിയത്. 10 വർഷത്തെ ഇടതുഭരണത്തിൽ സ്തംഭനാവസ്ഥയിലായിരുന്ന പാലം നിർമ്മാണം പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടെ പൂർത്തീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തുകാർ. പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെട്ട അയർക്കുന്നം പഞ്ചായത്തിനെയും ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ ഏറ്റുമാനൂർ നഗരസഭയെയും ബന്ധിപ്പിച്ച് മീനച്ചിലാറിന് കുറുകെ പാലം നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് പാതിവഴിയിൽ നിലച്ചത്. റിവർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്നും 4 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മാണത്തിന് പദ്ധതി ആവിഷ്കരിച്ചത്. 2016 ഫെബ്രുവരിയിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പാലത്തിൻ്റെ നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ചു. വൈകാതെ നിർമ്മാണവും ആരംഭിച്ചെങ്കിലും ഭരണം മാറിയപ്പോൾ പാലം നിർമ്മാണവും നിലച്ചു. കിഴക്കുള്ള ഹൈറേഞ്ച് മേഖലകളിൽ നിന്ന് പള്ളിക്കത്തോട് മുതൽ പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, കുമളിയിൽ നിന്നൊക്കെ എളുപ്പമായിട്ട് വരാനുള്ള സൗകര്യമാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ. മെഡിക്കൽ കോളേജ്, കാരിത്താസ്, മാതാ, മിതേര, ESI ഈ ഹോസ്പിറ്റലിലേക്ക് എത്രയും വേഗം എത്തിച്ചേരാവുന്നതാണ് ഏറ്റുമാനൂർ മീനച്ചിലാറിന് കുറുകെയുള്ള. 2016 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രയായി. പക്ഷേ സർക്കാർ മാറിയപ്പോൾ ഇതിന് ഫണ്ട് കൊടുക്കാതെ വന്നപ്പോൾ കോൺട്രാക്റ്റ് നിർത്തിയിട്ട് അവർ കോടതിയിൽ നിന്ന് ഇതിൻ്റെ ഫണ്ട് മേടിച്ചു. ഇപ്പോൾ ആ കോൺട്രാക്റ്റ് ഇത് ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇത് ടെൻഡർ ചെയ്ത് നടത്തണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എല്ലാവർക്കും, നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരം. ഇത് കടത്തുണ്ടായിരുന്നു, കടത്ത് മാറ്റിയിട്ടാണ് പാലമായത്. ആറുമാനൂർ നീറിക്കടവ് പ്രദേശങ്ങളിലെ 50ഓളം കുടുംബങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകുന്ന പദ്ധതിയാണ് ഏതാനും തൂണുകളിൽ ഒതുങ്ങിയത്. ഓരോ മഴക്കാലത്തും ആറുമാനൂർ നീറിക്കാട് പ്രദേശങ്ങളിൽ വെള്ളം കയറുമ്പോൾ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ചാണ് ആളുകൾ പുറം ലോകത്തേക്ക് എത്തുന്നത്. ഇക്കരെ സൈഡിൽ ആറുമാനൂർ വെള്ളം കയറി കഴിയുമ്പം കിലോമീറ്റർ താണ്ടണം. നീറിക്കാടിനാണേലും പാറക്കാടിനാണെങ്കിലും സാധനം മേടിക്കാണ്ട്. ഈ പാലം പണി തീരുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം അക്കരയ്ക്ക് കയറുകയും ചെയ്യാം. സേഫ്റ്റിയാണ്, ഏത് സാധനത്തിനും നമുക്കൊരു രക്ഷയാണ്. അവിടെയെല്ലാം ഈ പോകുന്ന വഴിക്കെല്ലാം വെള്ളം കയറുന്നത്. നീറിക്കാട് പോകുന്ന വഴിയും കണ്ടസാരി ഭാഗവും എല്ലാം വെള്ളം കയറുന്നതാണ്. പാലം നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പലതവണ പല കേന്ദ്രങ്ങളിൽ പരാതികൾ നൽകുകയും സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഫലമൊന്നും ഉണ്ടായില്ല. UDF സർക്കാർ അധികാരത്തിൽ എത്തിയതോടെ പാലം നിർമ്മാണത്തിലെ സ്തംഭനാവസ്ഥ മാറും എന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. അതേസമയം പഴയ എസ്റ്റിമേറ്റ് തുകയിൽ പാലം നിർമ്മാണം പൂർത്തീകരിക്കാനാവില്ല. പുതിയ എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. സർക്കാരിൻ്റെ ഇടപെടലിനായുള്ള കാത്തിരിപ്പിലാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, കോട്ടയം.
ഇനി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് വിപണി വിലയിരുത്തുകയാണ്. ദിലീപ് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഇന്നലത്തേതിൽ നിന്ന് മാറ്റമില്ലാതെ ആയിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. ഇന്നലെ വിപണിയിൽ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ദിവസത്തിന്റെ രണ്ടാം പകുതിയിൽ ഉണ്ടായിട്ടുള്ള നിക്ഷേപ താല്പര്യമാണ് വിപണിയെ പ്രോത്സാഹിപ്പിച്ചത്. IT മേഖലയിൽ ഉണ്ടായിട്ടുള്ള നിക്ഷേപ താല്പര്യമാണ് ഇന്നലത്തെ നേട്ടത്തിൽ ഏറിയ പങ്കും വഹിച്ചത്. വരും ദിവസങ്ങളിലും വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. ആഗോള സാഹചര്യങ്ങൾ അത്ര തൃപ്തികരമല്ല. പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലുള്ള സംഘർഷത്തിൽ അയവ് വരാത്തത് വീണ്ടും എണ്ണവിലയിൽ ബാധിച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധനവ് ഉണ്ടാക്കിയേക്കുമെന്നും അതുണ്ടാക്കുന്ന പണപ്പെരുപ്പത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന ഉയർച്ച രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ ബാധിച്ചേക്കുമെന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ആ ഒരു അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതുതന്നെയാണ് വിപണിയെ ഇപ്പോൾ ആശങ്കപ്പെടുന്നതും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വലിയ തോതിലുള്ള വിൽപ്പനയും വിപണിയെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇന്നലെയും വലിയ തോതിലുള്ള വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. മുൻനിര ഓഹരികൾ കേന്ദ്രീകരിച്ചുള്ള വിൽപ്പന തുടരുന്നത് തന്നെയാണ് പലപ്പോഴും മുൻനിര ഓഹരി സൂചികളെ ബാധിക്കുന്നതും. ഇനി സാങ്കേതികമായി മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് 23,200 എന്നുള്ള നിലവാരം തന്നെയാണ് വളരെ പ്രധാനം. ഇന്ന് 23,400 എന്ന നിലവാരത്തിന് മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ആ ഒരു നിലവാരത്തെ തുടർന്ന് 23,800 ഭേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ സാങ്കേതികമായ വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം തുടരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. മറ്റ് ഘടകങ്ങൾ എല്ലാം വിപണിക്ക് അനുകൂലം തന്നെയാണ്. പ്രത്യേകിച്ചും ആഭ്യന്തര ഘടകങ്ങൾ വിപണിക്ക് അനുകൂലമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ചെറുകിട നിക്ഷേപകരും പലപ്പോഴും ഉയർന്ന നിലവാരത്തിൽ ലാഭമെടുക്കാൻ കാണിക്കുന്ന പ്രവണതയാണ് വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നത്. വരും ദിവസങ്ങളിലും ആ ഒരു ഏറ്റക്കുറച്ചിൽ വിപണി തുടരാനാണ് സാധ്യത. ഇന്നലത്തേതിൽ നിന്ന് മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ കബനി നദീതീരത്ത് 15 ഏക്കർ വിസ്തൃതിയിൽ 150 കോടി രൂപയുടെ സമഗ്ര മാതൃ ശിശു വെൽനസ് പ്രോജക്റ്റായ മദേസ് കാറ്റ്ലെ ആരംഭിക്കുന്നു. ഗർഭകാലവും പ്രസവാനന്തര പരിചരണവും കൂടുതൽ സുരക്ഷിതവും ആകർഷകവും സന്തോഷകരവും ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. പ്രസവാനന്തര അമ്മമാർക്കായി പ്രത്യേക സൗകര്യങ്ങളോടെ ഒരുക്കുന്ന 100 പോസ്റ്റ് ഡെലിവറി കെയർ വില്ലാസ്, കുടുംബങ്ങൾക്കും സന്ദർശകർക്കുമായി 1000 പേർക്ക് ഇരിക്കാവുന്ന ആംഫി തിയേറ്റർ, വാട്ടർ തീം പാർക്ക്, പ്യുർ ഓക്സി ഗാർഡൻ, ആയുർവേദ ചികിത്സാ വിഭാഗം, ഹോട്ടൽ ആൻഡ് റിസോർട്ട് സൗകര്യങ്ങൾ എന്നിവ പദ്ധതിയുടെ പ്രധാന ആകർഷണങ്ങളായിരിക്കും. ആരോഗ്യം, വിശ്രമം, പ്രകൃതി, കുടുംബ ബന്ധങ്ങൾ എന്നിവയെ ഏകോപിപ്പിച്ചുകൊണ്ട് ഗർഭകാലവും മാതൃത്വവും ഒരു ആഘോഷമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പദ്ധതിയുടെ പ്രഖ്യാപന ചടങ്ങിൽ ചെയർമാൻ പാണ്ട മൂസ ഹാജി കുറുമ്പേരി, ഡയറക്ടർമാരായ ഫൈസൽ അബ്ദുൾ റഹ്മാൻ, ഡോക്ടർ ഇസ്മായിൽ PV എന്നിവർ പങ്കെടുത്തു. JEE അഡ്വാൻസ്ഡ് 2026 പരീക്ഷയിൽ മിന്നും വിജയം കരസ്ഥമാക്കി സൈലം. കേരള റാങ്ക് 3 ഉൾപ്പെടെ നേടി സൈലത്തിലെ 40ഓളം വിദ്യാർത്ഥികളാണ് ഇന്ത്യയിലെ മികച്ച IIT-കളിൽ അഡ്മിഷൻ ഉറപ്പാക്കിയത്. 4 വർഷം കൊണ്ടാണ് സൈലം മികച്ച റിസൾട്ടിലേക്ക് എത്തിയത്. കേരളത്തിൽ നിന്നും വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രം IIT-കളിൽ അഡ്മിഷൻ നേടുമ്പോഴാണ് സൈലത്തിൽ നിന്നുള്ള 40ഓളം വിദ്യാർത്ഥികളുടെ മിന്നും നേട്ടം വ്യത്യസ്തമാകുന്നത്. JEE അഡ്വാൻസ്ഡ് 2026 പരീക്ഷയിൽ കേരള റാങ്ക് 3 ഉൾപ്പെടെ നേടി സൈലത്തിലെ 40ഓളം വിദ്യാർത്ഥികളാണ് IIT-കളിൽ അഡ്മിഷൻ നേടിയത്. രക്ഷിതാക്കൾ സൈലത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ ഉറപ്പുകൂടി ഇത്തവണത്തെ JEE വിജയത്തിന് മുതൽക്കൂട്ടാണെന്ന് സൈലം ലേണിംഗ് CEO ഡോക്ടർ അനന്ത് പറഞ്ഞു. കേരള റാങ്ക് 3ലേക്കാണ് ഏറ്റവും ടോപ്പർ എത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയുള്ള എല്ലാ റാങ്കുകളിലേക്കും സൈലത്തിന് 40ഓളം കുട്ടികളാണ് ഇത്തവണ IIT-യിലേക്ക് എത്തുന്ന സൈലത്തിൻ്റെ JEE ബാച്ചുകളിൽ നിന്ന്. അതിൻ്റെ ഒരു സന്തോഷം കൂടിയാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. കേരളത്തിൽ നിന്ന് 200ഓളം കുട്ടികളാണ്, അതിൽ 30ഓളം കുട്ടികളെ നമുക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ള സന്തോഷം കൂടെ പങ്കുവെക്കാണ്. അത് 4ാമത്തെ വർഷം ഒരു പ്ലാറ്റ്ഫോം എത്തിക്കുക എന്ന് പറയുന്ന ചരിത്രത്തിൽ ആദ്യമാണ്. ഓൾ ഇന്ത്യ റാങ്ക് 628 നേടിയ ദേവ് നായരാണ് കേരളത്തിൽ 3ാം റാങ്ക് നേടിയത്. ഭയങ്കര ഞാൻ താങ്ക്ഫുൾ സൈലം, എൻ്റെ പേരൻസ് അവരെല്ലാം ഇവരെ കയറ്റി. ഞാൻ ഫൈനലി ഇത്രയും പാടിയിട്ട് ഫൈനൽ IIT കിട്ടി. നോക്കൂ, ഇനി IIT ബോംബെ ട്രിപ്പിളിയാണ് എൻ്റെ പ്ലാൻ. കോഴിക്കോട് എരഞ്ഞിപ്പാലം സൈലം ഹൈബ്രിഡ് ക്യാമ്പസിൽ നടന്ന ആഘോഷ ചടങ്ങിൽ കേരള റാങ്ക് 3 സ്വന്തമാക്കിയ ദേവ് നായരിന് 25 ലക്ഷം രൂപ സമ്മാനമായി നൽകി. കൂടാതെ മറ്റ് റാങ്ക് ഹോൾഡേഴ്സിന് ക്യാഷ് പ്രൈസുകളും ഐഫോണുകളും സമ്മാനമായി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.
പാർട്ടി വിടാനൊരുങ്ങുന്ന അണ്ണാമലയെ അനുനയിപ്പിക്കാൻ BJP കേന്ദ്ര നേതൃത്വം ശ്രമം തുടരുകയാണ്. തമിഴ്നാട് BJP അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. അണ്ണാമലയോട് ഡൽഹിയിൽ തന്നെ തുടരാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് ഇരുവരുമായും ചർച്ച നടത്തും. നയനാർ നാഗേന്ദ്രന്റെ പ്രവർത്തന ശൈലിയിൽ അണ്ണാമലൈ കടുത്ത എതിർപ്പ് അറിയിച്ചിരുന്നു. യുവാക്കളുടെ ശക്തമായ പിന്തുണയുള്ള അണ്ണാമലൈ പാർട്ടി വിടുന്നത് ദോഷം ചെയ്യും എന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇന്നലെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷുമായും അണ്ണാമലൈ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി ജീവനോടെ ഉണ്ടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇറാന്റെ കാര്യങ്ങളിൽ മുസ്തഫ ഖമനേയി സജീവമായി ഇടപെടുന്നതിന്റെ സൂചനകളുണ്ടെന്ന് സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിക്ക് മുമ്പാകെ സംസാരിക്കവേ റൂബിയോ വിശദീകരിച്ചു. ഫെബ്രുവരി 28-ന് ഇറാന് നേരെയുണ്ടായ US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിലാണ് ഖമനേയിക്ക് പരിക്കുപറ്റിയത്. ഇറാനുമായി കരാറിലെത്തിച്ചേരുന്നതിനെക്കുറിച്ച് റൂബിയോ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഉപരോധങ്ങൾ നീക്കുന്നതിന് ഇറാൻ ആണവ പദ്ധതികൾ ഗണ്യമായി പരിമിതപ്പെടുത്തണമെന്നും റൂബിയോ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വീണ്ടും തുറക്കണമെന്നും അതിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ വെടിവെക്കുന്നത് നിർത്തണമെന്നും റൂബിയോ ആവശ്യപ്പെട്ടു. കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ച മൈനുകൾ നീക്കം ചെയ്യാൻ US സഹായിക്കുമെന്നും റൂബിയോ പറഞ്ഞു. ഫുട്ബോൾ ആവേശം വീണ്ടും ലോകത്തെ കീഴടക്കാനൊരുങ്ങുമ്പോൾ കോഴിക്കോട് കടലോരത്തെ ചെറിയൊരു പ്രദേശമായ നൈനാംവളപ്പ് വീണ്ടും കാൽപന്ത് കളിയുടെ ഉത്സവഭൂമിയായി മാറുകയാണ്. ഫുട്ബോളിനെ ഹൃദയമിടിപ്പായി കാണുന്ന നാട്ടുകാരാണ് ഇവിടെയുള്ളത്. ഫിഫയും യുവേഫയും വരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നൈനാംവളപ്പിലെ ഫുട്ബോൾ ആവേശം. ലോകകപ്പിങ്ങെത്തും മുന്നേ നൈനാം വളപ്പിലെ വീതികളിലും വീടുകളിലും കളിയാവേശം അലയടിച്ചു കഴിഞ്ഞു. വെറുമൊരു വളപ്പല്ല നൈനാം വളപ്പ്. ഫുട്ബോൾ ഇവിടെ ഒരു കളിയല്ല, ജീവിതത്തിന്റെ ഭാഗമാണ്. ജൂൺ 11 മെക്സിക്കോയിൽ ലോകകപ്പിന്റെ കിക്ക് ഓഫ് മുഴങ്ങുമ്പോൾ മുതൽ ജൂലൈ 19 ന്യൂജേഴ്സിയിലെ ഫൈനൽ വിസിൽ മുഴങ്ങും വരെ നൈനാം വളപ്പിലെ രാത്രികൾ ഉറങ്ങില്ല. ഓരോ കവലയിലും വലിയ സ്ക്രീനുകൾ ഉയരും. കുട്ടികളിൽ നിന്നും മുതിർന്നവരിലേക്ക്, ചായക്കടയിൽ നിന്നും കടൽ തീരങ്ങളിലേക്ക് ചർച്ചകളിൽ നിറയുക ഫുട്ബോൾ മാത്രം. നൈനാംവളപ്പിൽ എല്ലാ ടീമുകൾക്കും ആരാധകരുണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളായ സെനഗലിനും കഴിഞ്ഞ വർഷത്തെ സെമി ഫൈനലിസ്റ്റായ മൊറോക്കോക്കും ഒക്കെ തന്നെ ആരാധകരുണ്ട്. ഈ പ്രാവശ്യം നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഒരു മലയാളി ഖത്തറിന് വേണ്ടിയിട്ട് ഈ ലോകകപ്പിൽ തെഹ്സിൻ കളിക്കുന്നു എന്നുള്ളത്. ഇന്ത്യക്കാരായ പ്രത്യേകിച്ച് മലയാളികൾക്ക് അഭിമാനിക്കാം. ലോകകപ്പിൽ നേരിട്ട് നമ്മുടെ രാജ്യം പങ്കെടുത്തില്ലെങ്കിലും നമ്മുടെ മലയാളിയായ ഒരു താരം ഈ ലോകകപ്പിൽ കളിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. ഈ ആവേശത്തിനൊക്കെ പിന്നിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് നൈനാംവളപ്പ് ഫുട്ബോൾ ഫാൻസ് അസോസിയേഷനാണ്. 1996 രൂപം കൊണ്ട NFA ഇന്ന് നൈനാംവളപ്പിന്റെ സാംസ്കാരിക അടയാളമായി മാറിയിരിക്കുകയാണ്. ഫുട്ബോളിനോടുള്ള ഈ അതിരറ്റ സ്നേഹം ലോകശ്രദ്ധയും നേടി. 2014 ലോകകപ്പിനിടെ ബ്രസീൽ ആരാധകർ ഉയർത്തിയ ഭീമൻ ഫ്ലെക്സ് ബോർഡ് ബ്രസീലിയൻ മാധ്യമങ്ങളിൽ വരെ വാർത്തയായി. അതുമാത്രമല്ല, ലോക ഫുട്ബോളിന്റെ ഇതിഹാസം പെലെയുടെ അഭിനന്ദന സന്ദേശവും ഒരിക്കൽ നൈനാംവളപ്പിനെ തേടിയെത്തി. കേരളത്തിൽ ഫുട്ബോൾ ജ്വരം പടർത്തുന്നതിന് നന്ദി എന്നായിരുന്നു പെലെയുടെ വാക്കുകൾ. ഫിഫയും യുവേഫയും വരെ ഈ കൊച്ചു തീരപ്രദേശത്തിന്റെ ആവേശത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് കിറ്റുകൾ, സോവനീറുകൾ, ഫെയർ പ്ലേ ടീഷർട്ടുകൾ, ഔദ്യോഗിക മാസികകൾ വരെ നൈനാംവളപ്പിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട്ടെ കൊച്ചു ഗ്രാമമായ നൈനാംവളപ്പിലെ ഈ ഫുട്ബോൾ വിശേഷം ലോകം മൊത്തം പ്രശസ്തമാണ്. കപ്പ് ആരടിക്കുമെന്നറിയില്ലെങ്കിലും തങ്ങളെല്ലാവരും ഒരുപോലെ ആവേശത്തിലും പ്രതീക്ഷയിലുമാണെന്ന് നൈനാംവളപ്പുകാർ ഒരുപോലെ പറയുന്നു. ക്യാമറമാൻ സജി തറയിലിനൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.